പ്രസവിച്ചയുടനെ നേപ്പാൾ സ്വദേശിനിയുടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പോലീസ്. യുവതിയുടെ ഭർത്താവിനെയും അയാളുടെ മാതാപിതാക്കളെയുമാണ് പോലീസ് പിടികൂടിയിരുന്നത്. കൽപ്പറ്റ കോടതിയിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. പ്രസവിച്ച മണിക്കൂറുകൾ മാത്രം പിന്നിട്ടപ്പോൾ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞെന്നാണ് വയനാട്ടിൽ നിന്ന് കേട്ടത്. പിന്നാലെ പല സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നു. നേപ്പാളി കുടുംബത്തിൽ നടന്ന ക്രൂരതയിൽ വിശദാന്വേഷണത്തിലാണ് പോലീസ്. അതിന്റെ ഭാഗമായാണ് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള പോലീസിന്റെ നീക്കം. നേപ്പാൾ സെമിൻപൂൾ സ്വദേശി പാർവതി നൽകിയ പരാതിയിലാണ് ഭർത്താവ് റോഷൻ, അമ്മ മഞ്ജു, അച്ഛൻ അമർ എന്നിവരെ പോലീസ് ശനിയാഴ്ച അറസ്റ്റ് ചെയ്തത്. നേപ്പാൾ സ്വദേശിനിയെ മകൻ വിവാഹം കഴിച്ചത് റോഷന്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇതാണ് പ്രസവിച്ചതിന്റെ പിറ്റേന്ന് കുഞ്ഞിനെ മൂവർ സംഘം അരുംകൊല ചെയ്യാൻ കാരണം. കഴിഞ്ഞ മെയ്യിലായിരുന്നു കൊലപാതകം. ഗർഭിണിയായ യുവതിക്ക് ഗർഭചിത്രത്തിനായി റോഷനും മാതാപിതാക്കളും മരുന്നുകൾ നൽകി. 2 ദിവസം കഴിഞ്ഞ് യുവതി ശൗചാലയത്തിൽ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. കുഞ്ഞിനെ റോഷന്റെ അമ്മ മഞ്ജു സൗദ കഴുത്തു ഞെരിച്ചു കൊന്ന വൈത്തിരിയിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ബാഗിലാക്കി ഉപേക്ഷിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റസമ്മതം നടത്തി. പക്ഷേ ഇതുവരെയും മൃതദേഹം കണ്ടെത്താനായിട്ടില്ല. പോലീസ് കേസെടുത്തതിന് പിന്നാലെ യുവതിയുടെ സഹോദരിയുടെ വെളിപ്പെടുത്തൽ വന്നു. നേപ്പാളി യുവതിയുടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ഭർത്താവിന്റെ അമ്മയെന്ന് യുവതിയുടെ സഹോദരി ജ്യോതി പറഞ്ഞു. സംഭവം പുറത്തറിഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ജ്യോതി പറയുന്നു. പൊരിപ്പിനാകുമ്പോൾ അവർ മരുന്ന് കൊടുത്തു, വാങ്ങിയിട്ട് പൊയ്ഷൻ കൊടുത്തു. അപ്പോൾ പൊയ്ഷന് കൊടുത്ത് ആ കൊച്ചും മരിച്ചു പോയില്ല. അപ്പോൾ 8 ദിവസം ഡെലിവറി ആയി 8 ദിവസം പിന്നെ മരിച്ചു. അവർ ബാത്റൂമിൽ പോകുമ്പോൾ അവർ ഇങ്ങനെ പിടിച്ചിട്ട് കൊന്നു കഴിയും. കുഴിച്ചിട്ടെന്ന് പറയുന്നത് ശരിയെങ്കിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തേണ്ടതുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ കേസിൽ തുമ്പുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, വയനാട്.